ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപര യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കരപ്രഭൃതിഭർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ ഭക്തമക്കളെയും പരമാത്മാവിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നിർമ്മല, പവിത്രൻ, ഗീതാ നായർ, ജഗദമ്മ, പ്രസന്ന, സുലോചന അഖിൽ, രുക്മിണി മോഹൻ, ബിജി ബിജു, നിർമ്മല രാജൻ, നിർമ്മല രമേഷ്, ജയ അനിൽ, ഓമന മുരളീധരൻ, മിനിമോൾ പിള്ളൈ, ശ്രീല, AS വ്ളോഗ്, താര മനോജ്, എല്ലാവരുടെയും അഭിപ്രായം ഞാൻ വായിച്ചു. താര മനോജും കുറച്ച് നാളുകൊണ്ട് എന്നെ ആണ് വിളിച്ചത്. സുഖം തന്നെ മകളെ, സുഖമാണെന്ന് ചോദിച്ചല്ലോ. കുറച്ച് നാളായി ആളിങ്ങനെ വല്ലപ്പോഴൊക്കെ ഒന്ന് കമൻസ് വരണ്ടായോ? അതിന് പോലും സമയം നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഞാനെന്നാ എന്താ ചെയ്യുക? ഞാൻ എന്തെങ്കിലും മുടങ്ങുന്നുണ്ടോ? അപ്പോൾ ഒരു കമൻസ് ഇടാൻ പോലും സാധിക്കുന്നില്ല. ഭഗവാൻ എന്ത് വിചാരിക്കും? അതുപോലെ തന്നെയാണ് ഇവിടെ പിന്നെ എന്തു പറയുക, പ്രസന്നയും സുലോചനാഖിലും രുക്മിണി മോഹനും ബിജി ബിജു, നിർമ്മല രാജനും, പിന്നെ നിർമ്മല രമേഷ്, ഇവരെല്ലാം, ജയാനിലെല്ലാം, ജഗദമ്മ, നിർമ്മല പവിത്രൻ, ഇവരെല്ലാവരും എനിക്ക് എത്ര മുടങ്ങാതെ ഉണ്ട്. അവരെനിക്ക് കമൻസും ചെയ്യുന്നുണ്ട്. എന്നാ ചോദിക്കുക, എനിക്കല്ല, അവർ ഭഗവാൻ അർപ്പിക്കുന്നത്, ഞാനും അത് ഭഗവാൻ അർപ്പിക്കുന്നു. ഭഗവാനാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത്, മനസ്സിലാക്കണം. അപ്പോൾ ഒരു കമൻസ് അറിയാവുന്നവർ ഇടണം. എന്നുവെച്ചാൽ അതെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വരണം. ഭഗവാൻ വിചാരിക്കും നിങ്ങൾക്ക് അതിന് പോലും സമയം ഇല്ലയോ എന്ന് ചിന്തിക്കും ചിലപ്പോൾ. എല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നത്. ഇത് കമൻസ് അറിയാത്തവർക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് മക്കൾ എൻ്റെ കണക്ക് എനിക്ക് വന്നും അറിയത്തില്ല, ഞാനിങ്ങനെയൊക്കെ ഇത്രയൊക്കെ ആയെന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു ഫോൺ പോലും ഞാൻ തൊടുന്ന ഈ 3 വർഷത്തോളം ആയാലും എനിക്കിങ്ങനെ ഫോണൊന്നും ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടൊന്നുമില്ല. പിള്ളേർ വരുമ്പോഴെങ്ങാനും ഒന്ന് എനിക്ക് പേടിയാണ്. ഞാൻ എന്തെങ്കിലും തൊട്ടാൽ എന്തെങ്കിലും അനങ്ങിപ്പോയാൽ അത് മാറിയൊക്കെ പോവും. അതുകൊണ്ട് ഇതൊക്കെ അവർ കൈകാര്യം ചെയ്തപ്പം ഇപ്പം മനസ്സിലായി ഇതൊന്നും ഒരു കാര്യമല്ലെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. കഴിയുന്ന അറിയാവുന്ന മക്കൾ കമൻസ് ചെയ്യണം. കാരണം അത് ഭഗവാൻ കൊടുക്കുന്നൊരു പൂജയാണെന്ന് നിങ്ങൾ കരുതണം. ഞാനത് പറയാൻ കാരണം ഇന്ന് ഒരുപാട് മക്കൾ ആദ്യത്തെ ഒരുപാട് സ്നേഹങ്ങളെല്ലാം കുറഞ്ഞു വരുന്നു. സ്നേഹം ഉണ്ടെങ്കിൽ കണിശമായിട്ടും ഒരു വാക്ക് കേൾക്കുമ്പോൾ ഒരു കമൻസ് എനിക്ക് ഇടണം. ഭഗവാൻ നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താ? ഇതൊക്കെ അല്ലയോ ഈശ്വരൻ നോക്കുന്നത്? അത്രയേ ഉള്ളൂ. അത് ഞാനത് പറയാതെ ചെയ്യേണ്ടതാണ്. അത് ചില മക്കൾ ചെയ്യുന്നുണ്ട്, അതുപോലെ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൻ്റെതായ ഐശ്വര്യം ഉണ്ടാവും. അങ്ങനെ സ്നേഹം ഭക്തി വർദ്ധിച്ചു വരണം. ഭഗവാന്റെ സ്നേഹം പ്രേമമുള്ളവർ കണിശമായിട്ടും ഇതിൻ്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ അത് പെടാത്തത് എനിക്ക് അറിവില്ലായ്മ ഉണ്ടല്ലേ. പക്ഷെ ഭഗവാൻ ഒരിക്കലും ഇത് നന്മയല്ലേ. എൻ്റെ വർത്തമാനം കൊണ്ട് ചിലപ്പോൾ അത് മോശപ്പെട്ടു പോകത്തല്ലേ ഉള്ളൂ. എനിക്കറിയില്ലല്ലോ, പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നല്ലതല്ല എന്ന് കരുതി ഇടാതിരിക്കരുത്. ചിന്തിക്കണം, ഈ അമ്മയ്ക്ക് അറിവൊന്നും ഇല്ലാത്തതല്ലേ, എന്നാലും ഭഗവാന്റെ വാക്കല്ലേ, ഭഗവാന് ഞാനൊരു കംസം കിട്ടേക്കാം എന്ന് ചിന്തിക്കണം. നമ്മുടെ മനസ്സാണ് മംഗല്യം. മനസ്സ് പോലെ മംഗല്യം. നമ്മുടെ മനസ്സ് മംഗല്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മനസ്സിന് സന്തോഷം, ഭഗവാനുള്ള സ്നേഹം ഉണ്ടെങ്കിൽ കണിശമായിട്ടും എന്തെങ്കിലും ഒരു വാക്കെങ്കിലും നമ്മൾ അറിയുന്ന ആ അറിവ്, കിട്ടിയ അറിവ്, ഒന്നും കിട്ടിയില്ലയോ, ഒരു സന്തോഷം, ഒരു സ്നേഹം, ഭഗവാനെ ഹരേ കൃഷ്ണ, ഇത്രയെങ്കിലും. അതൊക്കെയാണ് നമുക്ക് ഈശ്വരന് കൊടുക്കാനുള്ള പൂജകളെന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ അത്രയും പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കാർക്കും അതിനെപ്പറ്റിയുള്ള അറിവില്ല, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഭാഗവത കീർത്തനം കഴിഞ്ഞ ദിവസം ചൊല്ലേണ്ട ബാക്കി ചൊല്ലാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചൊല്ലിയത് ഭഗവാൻ ഓരോരോ അവതാരങ്ങളെ പറ്റി പറഞ്ഞതാണ്. മത്സ്യമായും പിന്നെ അതിനുശേഷം കൂർമ്മം, അതായത് മന്ദരപർവ്വതം താണ് പോയപ്പോൾ പാലാഴി കടഞ്ഞു നിന്ന സമയത്ത് ഭഗവാൻ ആമയായി മുതുകിൽ മന്ദരപർവ്വതത്തെ പൊക്കി
താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി ഭഗവാനോടെ ആമയായിട്ട് കൂർമ്മം എന്ന് പറയും അവതരിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കീറിക്കളഞ്ഞ കിറുകൊണ്ടം മഹാ അസുരനെ വാരാഹസിംഹ ഉയരത്താക്കി ഭൂമിയെയും നാരായണാക്ഷര വിരോധിക്കു മൃത്യു നരസിംഹോപതൗതനു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അതായത് ഈ ഭൂമിയും കൊണ്ടുപോയി ഹിരണ്യാക്ഷൻ. അപ്പോൾ ഭഗവാൻ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്ത് വലിയൊരു പർവ്വതം പോലത്തെ ഇതായി പന്നിയായി അവതാരം എടുത്ത് പന്നിയുടെ തേറ്റ കൊണ്ട് ആ ഹിരണ്യാക്ഷനെ പിളർന്ന് എറിഞ്ഞ് ഭൂമിയെ ഉയർത്തിക്കൊണ്ട് പോരുന്നു പന്നി. അപ്പോൾ ഭഗവാനോടെ പന്നിയായി അവതാരം എടുത്തതാണ്. പിന്നീടോ അക്ഷരങ്ങളോട് പോലും വിരോധം കൈക്കൊണ്ട് അത് നാരായണ എന്നുള്ള അക്ഷരം. അതായത് പ്രഹ്ലാദൻ എത്ര ഭക്തനാണ്, ആ ഭക്തൻ എന്താ എപ്പോഴും ഭഗവാനെ പ്രാർത്ഥനയാണ് നാരായണ നാരായണ എന്ന്. കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്ന സമയത്ത് നന്നായി എല്ലാ നല്ല ഭക്തിപരമായ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് കേൾക്കെ നാരദ മഹാമുനിയാന്ന് തോന്നുന്നത് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഉള്ളിൽ കിടന്ന് കേട്ടതുകൊണ്ട് ഭക്തി ഉള്ളിൽ കിടന്നേ വർദ്ധിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറയുക നല്ല ഒരു കുട്ടി ഭക്തിപരമായി ഒരു കുഞ്ഞ് നമുക്ക് ജനിക്കണമെങ്കിൽ തന്നെ എന്താ വേണ്ടത്, നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഭക്തിപരമായി ഇരിക്കണം. അപ്പോഴാണ് ആ കുട്ടി എങ്ങനെ ഇതൊക്കെ കേട്ടും ചൊല്ലിയിരിക്കുമ്പോൾ ആ കേൾവി ഉള്ളിൽ കിടന്ന് കേൾക്കും. ഈ പ്രഹ്ലാദൻ അങ്ങനെ കേട്ടതുകൊണ്ടാണ് ഇത്രയും ഭക്തനായത്. അതുകൊണ്ട് പിതാവായ ഹിരണ്യകശിപു ഹിരണ്യായ നമ എന്ന് പ്രാർത്ഥിക്കുന്നത് അയാളാണ് ദൈവം, അല്ലവിടെ നാരായണനല്ല ദൈവം എന്നും പറഞ്ഞ ഈ കുട്ടിയെ പല വിധത്തിൽ കൊല്ലാൻ ശ്രമിക്കും. അപ്പോൾ അവസാനം നരസിംഹമായിട്ട് അവതരിച്ചതാ. ആരെ കൊല്ലാനാ? ഹിരണ്യകശിപുവിനെ, പിതാവിനെ. ഭക്തനായ പ്രഹ്ലാദൻ്റെ ഭക്തിക്ക് അത്രമാത്രം മാഹാത്മ്യമുണ്ട്. അതാണ് ഭക്തിക്ക്. അതാ മക്കളെ, നമുക്ക് എന്തായാലും ഒരു ഭഗവാനുള്ള സ്നേഹവും ഭക്തിയും ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാം കളഞ്ഞിട്ട് തന്നെ നമുക്ക് അതിനുവേണ്ടി ഒരു വെമ്പല. ഇപ്പം തന്നെ സുലോചന അഖില് വിഷമം എന്താന്ന് പറയാൻ പറ്റുന്നില്ല, എന്ത് വിഷമമാണെന്ന്, എന്താ ഉള്ളിലൊരു വെമ്പൽ. അത് ഭഗവാനോടുള്ള ആ ഭക്തി ശരിക്കും അങ്ങോട്ട് വരാൻ വേണ്ടുന്നൊരു ഒരു ആത്മവേദന ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് സാധാരണ വിഷമമാണെങ്കിൽ അറിയാം ഇന്നതിൻ്റെ വിഷമോ, നമുക്ക് ഈ ലോകത്തുള്ള എന്തെങ്കിലും കിട്ടാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടോ അല്ലെങ്കിൽ രോഗം കൊണ്ടോ വിഷമം ഇങ്ങനെയൊക്കെയുള്ള. പക്ഷേ പറയാൻ അറിയാൻ വയ്യാത്തൊരു വിഷമമാണ് ഉള്ളത്തിൽ വരുന്നത്. അതെനിക്ക് അങ്ങനെ ആയതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും. ആ കുട്ടി ഇങ്ങനെ എന്നോട് ഇതിനകത്ത് കമൻസ് തന്നെ വിഷമം പറയാൻ പറ്റുന്നില്ല എന്താണെന്ന്. എനിക്ക് എപ്പോഴേ കത്തി അതിൻ്റെ ഉള്ളത്തിൽ ഇഷ്ടം പോലെ അങ്ങോട്ട് കിട്ടണം, ആത്മീയമായ അറിവ് കിട്ടിയത് പോരാ എന്നുള്ള ഒരു വെമ്പൽ കിടക്കുന്നു. അതിനനുസരിച്ച് അങ്ങോട്ട് കൊടുക്കണം. നമ്മൾ ആ ആർത്തിയെ അടക്കണമെങ്കിൽ നല്ല നല്ല വചനങ്ങൾ കേൾക്കണം. നിൻ്റെ ആർത്തി അങ്ങനെ അടങ്ങി. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴാണ് വചനം കേൾക്കുമ്പോഴാണ് ഭക്തി ഉണ്ടാകുന്നത്. നമ്മൾ ഭഗവാനെ നമ്മൾ എപ്പോഴും ഈ ചൊല്ലുന്നണക്കല്ല, വേറൊരാൾ പറയുന്നത് കേട്ടിരിക്കുമ്പോൾ നമ്മൾ നിറഞ്ഞ് കവി. ഞാൻ അങ്ങനെയാണ്, വയറും ഹൃദയവും എല്ലാം പൊട്ടി അങ്ങ് വികസിച്ചങ്ങ് എന്താ അത്രത്തോളം അങ്ങ് ആർത്തിയായിരുന്നു. ആ കുട്ടി എനിക്കത് മനസ്സിലാവാതെ ഞാൻ അനുഭവിച്ചുകൊണ്ട് അത് ഇങ്ങനെ പറയാൻ അറിയാൻ വയ്യ എന്താണെന്ന്, ഒരു വിഷമമാണെന്ന്. അതിതാ സംഭവം. അതുകൊണ്ട് നമ്മൾ ഭക്തി വർദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ജോലിയും കർമ്മങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഭഗവാനോടുള്ള അർപ്പണബോധം വേണം. അതുകൊണ്ട് ഭഗവാനെ എന്തൊക്കെയായി നരസിംഹമായിട്ടും പിന്നെയോ പന്നിയായിട്ടും ഇതിൽ പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളാണേ. കുറ്റം വരാത ബലിയാഗത്തിൽ മാണിവപുരറ്റം വരാതുലകു വീണ്ടേഷമുച്ചുവടായി വില്ലാളിമാരയുധി 37 വട്ടമിഹ കൊന്നോരു രാമഹരി നാരായണായ നമ. 3 മഹാബലിയുടെ യാഗസ്ഥലത്ത് ചെന്ന് ബ്രഹ്മചാരിയായിക്കൊണ്ട് വാമനാവതാരം ഭഗവാൻ വാമനനായിട്ട് അവതരിച്ച് 3 ലോകം 3 അടി യാചിച്ച് ചെന്ന്. അപ്പം ഭഗവാൻ അങ്ങനെ വാമനനായിട്ട് അവതരിച്ച കാര്യമാണ് ഒന്ന്.
അങ്ങനെ 3 അടിയായി അളക്കാൻ വാമനനായി അവതരിച്ചതും, പിന്നെയോ വില്ലാളി വീരന്മാരായ ക്ഷത്രിയരെ 21 വട്ടം വധിക്കുന്നതിന് പരശുരാമനായി അവതരിച്ചതും ഈ നാരായണൻ ഭഗവാൻ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഓരോരോ അവതാരത്തെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കൂട്ടം നിശാചരരുടെ രാവണാദികളെ മൂട്ടോടു കൊല്ലുവതിനായി രഘുപ്രവരൻ വാട്ടം വരാത ബലഭദ്രാകൃതി തടവി നാട്ടിന്നു നല്ല ദിഹ നാരായണായ നമ. അടുത്ത അവതാരം നമ്മൾ എപ്പോഴും രാമായണം വായിക്കുമല്ലോ, ശ്രീരാമാവതാരം. അതായത് രാവണൻ മുതലായ രാവണനെ പോലെ തന്നെയാണല്ലോ വേറെ ഒത്തിരി പേര് അത് അവിടെ അയാളുടെ മകനെയും അങ്ങനെ ഒത്തിരി പേര് നിർമൂലം വധിച്ചെന്ന് പറയുമല്ലേ, അതാണ്. അപ്പോൾ രാവണൻ മുതലായ രാക്ഷസന്മാരെ സമൂലം മൊത്തത്തിൽ വിഭീഷൺ മരിച്ചില്ല, ഒന്നില്ല, അത് ഭക്തനായിരുന്നു. വധിക്കുന്നതിന് വേണ്ടി ഭഗവാൻ രഘുവംശത്തിൽ ശ്രീരാമനായി അവതരിച്ചു. രഘുവംശം വെച്ചാൽ അങ്ങനെ രഘുവംശം എന്നും പറയും, അർക്കകുലം എന്നും പറയും, സൂര്യവംശം എന്നൊക്കെ പറയും. അപ്പോൾ രഘുവംശത്തിൽ ഭഗവാൻ ശ്രീരാമനായി പരമാത്മാവായ നാരായണൻ അവതരിച്ചു. നാട്ടിന് നന്മ വരുത്തുന്നതിന് പിന്നീട് ബലഭദ്രനായും പിറന്നു. കെൽപ്പേറിനോരു യദുവംശേ പിറന്നു ഹരിമുപ്പാരും ഏവ പരിപാലിച്ചു കൃഷ്ണനഥ അപ്പാഴരെ കലിയുഗാന്തേ വധിച്ചിടുവതുൽപ്പന്ന കൽക്കിതനു നാരായണായ നമ. അത് മൂന്ന് ലോകങ്ങളെയും പരിപാലിക്കുന്നതിന് ആരാ? ഭഗവാൻ നാരായണ കൃഷ്ണൻ. അപ്പോൾ ഈ 3 ലോകങ്ങൾ, അപ്പോൾ ഏറ്റവും വലിയ അവതാരമാണ്. 3 ലോകങ്ങളെയും പരിപാലിക്കുന്നതിന് ഭഗവാൻ കൃഷ്ണൻ യാദവ വംശത്തിൽ അവതരിച്ചു. അതാണ് നമ്മളിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഭഗവാന്റെ കഥയാണല്ലോ. കലിയുഗ അവസാനത്തിൽ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനായി പിന്നെ കൽക്കിയായി ഭഗവാൻ അവതരിക്കും എന്നും കൂടെ പറഞ്ഞേക്കുന്നു. അത് ഇനി വരാൻ പോകുന്നെന്നും പറയുന്നു, ഇപ്പം നടക്കാൻ പോകുന്നെന്നും കേൾക്കുന്ന പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ഭാഗവതം ഇങ്ങനെ പറയുന്നു, കലിയുഗ അന്തേ അവസാനത്തിൽ ദുഷ്ടന്മാരെ നശിപ്പിക്കാൻ വേണ്ടി, ഇപ്പം ദുഷ്ടന്മാരെ നശിപ്പിക്കാൻ ഭഗവാൻ കൃഷ്ണൻ വന്നതുപോലെ അത് ഇപ്പം എത്രയോ നാൾ കഴിഞ്ഞ് ഇനി ഈ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ കൽക്കിയായി വരും എന്ന്, ഈ ദുഷ്ടന്മാരെ ഇങ്ങനെ കംസൻ്റെ ജരാസന്ധനെയൊക്കെ വധം പോലെ ഇപ്പം ആരൊക്കെ ലോകത്ത് ദുഷ്ടന്മാരായിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ദുഷ്ടത്തിനെല്ലാം കളഞ്ഞ് ജീവിച്ചാൽ നമുക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ എപ്പോഴാ കൽക്കി നമ്മളോലും അറിയാതെ വരും, ദുഷ്ടന്മാരെ അപ്പോഴേ ഒടുക്കും. അതുകൊണ്ട് കലിയുഗ അവസാനത്തിൽ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനായി കൽക്കിയായി ഭഗവാൻ അവതരിക്കും. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അപ്പോൾ എല്ലാ ഭക്തമക്കളും മനസ്സിലാക്കുക, ഭഗവാന്റെ ഓരോ അവതാരങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇത് പിന്നെ നരസിംഹമായി വന്നത് ഭഗവാൻ എന്തിനാ അങ്ങനെ വന്നത്? ഭക്തപ്രഹ്ലാദനെ രക്ഷിക്കാനാണ്. സ്വന്തം പിതാവ് പല രീതിയിൽ നാരായണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന്, കുട്ടിയെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് രീതി നോക്കി. എന്നിട്ടും ഭക്തിക്ക് ഒരു മടുപ്പും ഉണ്ടായില്ല. മുറുകെ പിടിച്ചു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രമാത്രം നമുക്ക് ഈ ലോകത്ത് പല ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും ആരെങ്കിലും. അപ്പോഴെല്ലാം കൂടുതൽ ആ കുട്ടി ഭഗവാനെ തന്നെ മുറുകെ പിടിച്ചതുകൊണ്ട് ഭഗവാൻ എന്തായി വന്നു? ആ ദുഷ്ടനായിരുന്ന ഹിരണ്യകശിപുവിനെ വധിക്കാൻ തന്നെ ഭഗവാൻ നരസിംഹമായി വന്ന് എന്തെല്ലാം രീതിയിലും മരണപ്പെടാതിരിക്കാനുള്ള വരം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെ, അതുകൊണ്ടാണ് ഭഗവാൻ മനുഷ്യനുമല്ല മൃഗവും അല്ലാത്ത രീതിയിൽ രണ്ടുകൂടെ ചേർന്ന് വന്നത്. കാരണം ഒരു മനുഷ്യനും വധിക്കാൻ പറ്റത്തില്ല, ഒരു മൃഗത്തിനും വധിക്കാൻ പറ്റത്തില്ല, രാത്രിയിലും വയ്യ പകലും വയ്യ, അകത്തും വയ്യ പുറത്തും വയ്യ. അപ്പോഴെന്ത് വന്നു? പടിയിലിരുന്ന് ഭഗവാന്റെ മടിയിൽ വെച്ച് കൊന്നു. കാരണം തറയിലോ ആകാശത്തോ എങ്ങും വെച്ച് കൊല്ലാൻ പറ്റത്തില്ല, ഇതൊക്കെ അയാളെ വരം. അതുകൊണ്ട് ഇതെല്ലാം നോക്കിക്കണ്ട് ആയുധം കൊണ്ടും കൊല്ലാൻ
പറ്റത്തില്ല. അതാണ് അയാൾ ചോദിച്ച വരം. അപ്പോൾ ഭഗവാൻ തന്നെ നരസിംഹമായിട്ട് വന്നെങ്കിൽ അത്രമാത്രം ദംഷ്ട്രയുള്ള പല്ലും നഖവും കൊണ്ട് വലിച്ച് കീറിയ ചെയ്ത് ആയുധത്തിന് പകരം. അപ്പോൾ അങ്ങനെ വരെ പരമാത്മാവ് ഈ ജനങ്ങൾക്ക് വേണ്ടി, ആ ഭക്ത പ്രഹ്ലാദന് വേണ്ടി. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു പ്രഹ്ലാദൻ നമ്മളാകണമെന്ന്. അപ്പോൾ ഏത് രൂപമെങ്കിലും എടുത്തെങ്കിലും ദുഷ്ടന്മാരെ വധിക്കും ഭഗവാൻ. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കിനി ഭാഗവതം വായിക്കാം. നമ്മൾ ജരാസന്ധ യുദ്ധത്തെ പറ്റിയാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഭഗവാന് പിന്നെ എന്താ അമ്പരത്തിൽ ആകാശത്തുനിന്ന് എന്താ വന്നത്? തേരും അർക്ക തേജസ്സെ വെല്ലും ചക്രാദ്യ ആയുധങ്ങളൊക്കെ ഭഗവാന് അമ്പരത്തിൽ നിന്ന് ഇങ്ങനെ വന്നു. ഭഗവാന് അല്ല മറ്റ് ആയുധങ്ങളൊന്നും ഇല്ലല്ലോ. ഇവർ ഈ സൈന്യസമേതം ഈ ദുഷ്ടനായ ജരാസന്ധനെല്ലാം വന്നപ്പോൾ ഭഗവാൻ പിന്നെ രാമനോട് പറഞ്ഞു ഉള്ളത്തിലോട്ട് ചിന്തിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഭഗവാന് മനസ്സിലായി. ഭഗവാനോട് അവതരിച്ചതിൻ്റെ അവതാര ലക്ഷ്യം എന്താണെന്ന് ഭഗവാൻ പിടികിട്ടി. പരമാത്മാവ് ഉള്ളത്തിലുണ്ട്. എന്താ കാരണം ഇവിടെ അവതരിക്കാൻ കാരണം? ഈ ഭൂമിയുടെ ഭാരം തീർത്ത് ഈ ശത്രുക്കളായ ദുഷ്ടന്മാരെല്ലാം നിഗ്രഹിച്ചിട്ട് ശിഷ്ടരായ ഭക്തന്മാരെ രക്ഷിക്കാനാണ് അവതാരം എടുത്തതെന്ന് ഭഗവാൻ അങ്ങനെ ബോധ്യമായി. അല്ലെങ്കിൽ മനുഷ്യരൂപം എടുത്തുകൊണ്ട് എന്ത് വരും? ഈ ഇന്ദ്രിയങ്ങളുടെ മനുഷ്യൻ്റെ രീതിയിൽ അങ്ങ് നടക്കും ഓർക്കാതെ. ഭഗവാൻ അങ്ങനെ ഈ യുദ്ധത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഉള്ളിൽ എല്ലാം തെളിഞ്ഞ് കണ്ടു. എന്നതിനാ ഞാനിവിടെ ജനിച്ചതെന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ രാമനോട് രഹസ്യമായി ഗൂഢമായി പറഞ്ഞ് ഈ ശത്രുസംഹാരം ചെയ്യാനുള്ള അങ്ങനെ അദ്ദേഹവും സന്തോഷമായിട്ട് അങ്ങനെ നോക്കി നിന്നപ്പോൾ എന്ത് വന്നു? അമ്പരത്തിൽ നിന്ന് എല്ലാ അർക്ക തേജസ്സെ വെല്ലുന്ന ചക്രാദ്യ ആയുധം, ഭഗവാന്റെ സുദർശന ചക്രവും പിന്നെ തേരും എല്ലാം വന്ന്. അപ്പോൾ പുഷ്കരേഷൻ താനും രാമനും ഒരുമിച്ച് അത് കരേറി യുദ്ധസന്നദ്ധന്മാരായി പാരാതെ യദുക്കളുമൊക്കെ ഒരുമിച്ച് യുദ്ധകോലാഹലേന തിക്കിയും തിരക്കിയും ഉദ്ധതന്മാരായി ഭയഹീനരായി പുറപ്പെട്ടു. ഭയമില്ലാതെ. എന്താ കാരണം? ഭഗവാന് ഉള്ളത്തിൽ തെളിഞ്ഞ് ഭഗവാൻ ആരാണെന്ന്, എന്തിനാ വന്നതെന്നൊക്കെ, പരബ്രഹ്മമൂർത്തിയാണെന്ന്, നാരായണനാണ് ഈ കൃഷ്ണനെന്ന് ഭഗവാന് ബോധ്യമായി. ഉള്ളിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടാണ് മനസ്സിലായി, അല്ലെങ്കിൽ അറിയില്ല. അത് അങ്ങനെ മനസ്സിലായപ്പോൾ ഭഗവാന് ഭക്തി അല്ല എന്താ പറയുക, ഈ തിക്കിയും തിരക്കിയും ഉദ്ധതന്മാരായി ഭയഹീനരായി ഭയമില്ലാതെ അവരുടെ കൂടെ എതിർക്കാനായിട്ട് അങ്ങ് പുറപ്പെട്ടു. കൃതവർമാവും ഉടൻ ഉദ്ധവൻ ഇത്യാദികൾ അതിവിക്രമം കൊണ്ട് കൃഷ്ണനും ഒരുമിച്ച് പൂർവ്വഗോപുരത്തോടെ പുറപ്പെട്ട് പൂർവികൻ ഉഗ്രസേനൻ വിപ്രഥുവും പിന്നെ സുധാമാവും ഹരിയും ഒരുമിച്ച് സന്നാഹത്തോട് തെക്കേ ഗോപുരം പുറപ്പെട്ടു. നമ്മൾ അവിടെ വരെ കണ്ടാ വായിച്ചത്. അപ്പം ഈ ഓരോരോ 4 ദിക്കിലും കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും അങ്ങനെ ഓരോ ഗോപുരവാതിലുകളുണ്ട്. ഇവിടെ എല്ലാ സൈന്യങ്ങൾ, ഇരു കൂട്ടരിലെ സൈന്യങ്ങൾ ഒത്തുചേരും, തങ്ങളിൽ യുദ്ധം ചെയ്യാം. അങ്ങനെ ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് പശ്ചിമം എന്ന് പറഞ്ഞാലും പൂർവ്വ ദിക്കെന്നോ ദക്ഷിണ ദിക്കെന്നോ പറയാതെ നമ്മളങ്ങ് ചിന്തിച്ചാൽ മതി ഏതെങ്കിലും ഒരു ഗോപുരവാതിലാണെന്ന്. അല്ലാതെ ഇത് കിഴക്ക് എന്താ പടിഞ്ഞാറ് ഇതിൽ പറയുന്നത് എനിക്കത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമുക്കിനി കണ്ടു വായിക്കാം. സാത്യകി ഗതൻ പ്രസേനനും അങ്ങ് അക്രൂരനും സത്യപുരുഷൻ ഹരി തന്നോട് ഒരുമിച്ച് പശ്ചിമദ്വാരത്തൂടെ ശത്രു സംഹാരം ചെയ്യുവാൻ നിശ്ചലന്മാരായി പുറപ്പെട്ടതു കോലാഹലാൽ. ഭഗവാന്റെ പക്ഷക്കാരങ്ങനെ ഇറങ്ങി. ഗോവിന്ദൻ മഹാ തേജോമയമാം രഥത്തോടും സാരഥിയായി മേവും ദാരുകനോടും കൂടി രാമന് ഒരുമിച്ചു കേവലം ജഗദീശൻ താമസ രക്ഷോഗണനാശന ശംഖധ്വനിപൂരേണ പുറപ്പെട്ടു വടക്കേ ഗോപുരത്തോടോരോരോ വഴിക്ക് പോയി ഒളിച്ചാർ ദൈത്യവംശം. ഭഗവാൻ എന്ത് ചെയ്തു? തേജോമയമായ രഥത്ത് അമ്പലത്തിൽ നിന്ന് വന്നിറങ്ങിയ പരമാത്മാവിൻ്റെ, അതായത് ഇവിടുന്ന് ആകാശത്തുനിന്ന് ഭഗവാന്റെ അടുക്കലേക്ക് തേരും ഈ സുദർശന ചക്രമൊക്കെ അവിടുന്ന് വന്നു. പരമാത്മാവ് അവിടേക്ക് വിട്ടു. അപ്പോൾ എന്ത് വന്നു? അതെല്ലാം ആ രഥത്തോടും സാരഥി ആരാണ്? ദാരുകൻ. ഇവരെല്ലാം കൂടെ രാമനും കൂടെ ഒരുമിച്ച് ഭഗവാൻ ജഗദീശൻ കൃഷ്ണൻ താമസ രക്ഷോഗണ, അതായത് പിന്നെ ഈ തമോ ഗുണ പ്രധാനന്മാരാണ് ഈ അസുരന്മാർ, ഈ ജരാസന്ധൻ്റെ പാർട്ടിക്കാർ. അത് രാക്ഷസ ഗണത്തെ, അവർ രാക്ഷസ സ്വഭാവമാണ്, അസുരന്മാരല്ലേ, അതിനെ നശിപ്പിക്കുന്നതിൻ്റെയാണ് ശംഖധ്വനി. ആ ശംഖിൻ്റെ ധ്വനി കേൾക്കുമ്പോഴേ മനസ്സിലാക്കണം അവരുടെ നാശമാണ്. താമസ രക്ഷോഗണ നാശനം.
തമോ ഗുണമായിരിക്കുന്ന ഈ രാക്ഷസന്മാരുടെ ഗണം കൂട്ടം അങ്ങനെയുള്ളവന്മാരുടെ നശിപ്പിക്കുക. അതാണ് ഭഗവാന്റെ ഈ ശംഖിൻ്റെ നാദം. ആ ധ്വനി പൂരേണ ആ സൗണ്ട് കേട്ടപ്പോൾ പുറപ്പെട്ടു വടക്കേ ഗോപുരത്തൂടെ ഓരോരോ വഴിക്ക് ആര് പോയി ഒളിച്ച്? ദൈത്യവംശം എല്ലാം പോയി ഒളിച്ച്. ഭഗവാൻ ഇങ്ങനെ തേജസ്സേറിയ ഈ തേരിൽ രഥത്തിൽ ഭഗവാൻ ഇങ്ങനെ രാമനും ദാരികനാണ് തേര് തെളിക്കുന്നത്. ഇങ്ങനെ വന്നപ്പോൾ ഈ ശംഖിൻ്റെ ധ്വനി കേട്ടപ്പം ഇതെല്ലാം കൂടെ പേടിച്ച് ഓടി ഒളിച്ചു ദൈത്യവംശം. ഏകനായി ബഹുവായിട്ടിരിക്കും കൃഷ്ണൻ 4 ഗോപുരത്തൂടെ 4ആയി തീർന്നത് എന്ത് അത്യത്ഭുതം. അപ്പോൾ ഭഗവാൻ ഏകനാണ്, എന്നാലും ഇവിടെ 4 വാതിൽക്കലും ഭഗവാനുണ്ട് ഒരേ സമയം. 16,008 എത്രയോ നാരിമാർ, ഭക്തരായ നാരികളുടെ ഓരോരുത്തരിലും ഓരോ കൃഷ്ണനെ നിന്ന പോലെ ഇവിടെ 4 വാതിൽക്കലും എന്ന് വെച്ചാൽ ഗോപുര ദ്വാരത്തിൽ അവിടെ എല്ലായിടവും ഭഗവാനും എല്ലാ സൈന്യത്തിൻ്റെയും കൂടെ ഉണ്ട്. ഭഗവാന്റെ സൈന്യം എത്രമാത്രം ആൾക്കാരുണ്ടോ ഓരോ ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. അവരെല്ലാം നോക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പിലും. അപ്പോൾ അവർ ധരിക്കുന്ന ഭഗവാൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെന്ന്. നമ്മളെ കൂടെ ആണല്ലോ ഭഗവാൻ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന കിഴക്ക് നിൽക്കുന്നവർ വിചാരിക്കുമ്പോൾ അവിടെയാണെന്ന്. അപ്പോൾ അതേപോലെ പടിഞ്ഞാറത്ത് നിൽക്കുന്ന അവിടെയും ഉണ്ട് കൃഷ്ണൻ, വടക്കുണ്ട് കൃഷ്ണൻ, തെക്കുണ്ട്. അവരൊക്കെ ധരിക്കുന്നത് ആ കൃഷ്ണൻ നമ്മുടെ കൂടെ ആണല്ലോ എന്ന്. പക്ഷേ ഭഗവാൻ എല്ലായിടവും ഉണ്ട്. അതാണ് ഏകനാണ്. പരമാത്മാവായ കൃഷ്ണൻ ഏകനാണ്, എന്നാലോ ബഹുവായിട്ടിരിക്കും, എല്ലായിടവും നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാന്റെ മായ കൊണ്ട് മൊത്തവും പരമാത്മാവ് നിറഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് വേണം, പിന്നെ ശരീരം കൂടെ കിട്ടിയാൽ പോരെ. അത് ഭഗവാന് മായയുണ്ടല്ലോ. അതുകൊണ്ട് ഭഗവാന്റെ മായയാൽ സർവ്വസ്ഥലത്തും എവിടെ നോക്കുന്നതെല്ലാം ഭഗവാനുണ്ട്. ബഹുവായിട്ടിരിക്കും കൃഷ്ണൻ 4 ഗോപുരത്തോടെ, ഈ 4 ഭാഗത്തും ഉണ്ട്. അതിന് 4ആയി തീർന്നത് എന്ത് അത്യത്ഭുതം. അപ്പോൾ എന്താ, അതൊരു അത്യത്ഭുതമൊന്നുമല്ല. 4 മറ്റേ നമ്മൾ ഭാഗത്തിൽ എന്താ വായിച്ചു തരുമ്പോൾ എത്ര നാരികൾക്കും ഓരോ നാരിക്കും ഓരോ കൃഷ്ണനായിട്ട് നിന്നില്ലേ ഒരേ സമയം. അപ്പം ഇതിപ്പോൾ 4 ഉള്ളൂ. അപ്പോൾ അതൊരു അത്ഭുതമൊന്നുമല്ല, ഭഗവാന്റെ രീതിയാണ് അത്, ഭഗവാന്റെ സ്വഭാവമാണ് അത്. അതുകൊണ്ട് 4ആയി തീർന്ന എന്ത് അത്യത്ഭുതം. തേരതിലേറി വന്ന മാധവ രാമന്മാരെ, ഈ തേജോമയമാക്കുന്ന ഈ തേരിൽ രാമനെയും കൃഷ്ണനും വന്ന് അവരെ പാരാതെ നോക്കിക്കണ്ടു ചൈദ്യമാഗധന്മാരും. മാഗധൻ എന്ന് പറയാൻ മാധവനാവരുത്, എനിക്കൊന്നാ തിരിയത്തില്ല. അപ്പം നിങ്ങൾ ധരിക്കും ഞാൻ ഈ മാധവൻ എന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോഴും ചിന്തിച്ചു പോകും, ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കും. കാരണം എനിക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് ഈ മാഗധ എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് അക്ഷരങ്ങളൊന്നും നാക്കിനൊക്കെ ബലക്കുറവ് വന്ന് കഴിയുവാണ്. അപ്പോൾ അതുമല്ല, ഞാനങ്ങനെ ആഹാരം വലുതായിട്ട് വയ്ക്കാനൊന്നും വേണ്ട, അങ്ങനെ വലിയ കഴിപ്പൊന്നുമില്ല. അതിൻ്റേതായ ശക്തി കുറവുണ്ട് എനിക്ക്. തണുപ്പൊക്കെ അല്ലേ, വയ്ക്കാനൊന്നും വയ്യ, എന്തെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടുക. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ തേജോമയമായിരുന്ന കണ്ട് ആരാ? ഈ ചൈദ്യമാഗധന്മാർ, അതായത് ഈ ശത്രുക്കൾ, ജരാസന്ധൻ്റെ കൂട്ടർ. പിന്നെ ഉണ്ടായ യുദ്ധവൈദഗ്ധ്യം ചൊല്ലിടുവാൻ എന്നാലേ എളുതല്ലിന്നൊട്ടൊട്ട് ചൊല്ലാമത്. എന്നാലേ എന്നെ കൊണ്ട് നടക്കത്തില്ല പരീക്ഷത്തെ. ഇതാരാ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്? ശുഖമഹാമുനി പരീക്ഷത്തിനോട് ഇക്കാര്യങ്ങൾ പറയുക. ഇതൊക്കെയാണ് സംഭവം, എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല ഭഗവാന്റെ യുദ്ധവൈദഗ്ധ്യം പറയാൻ. എന്നാലേ ഈ മഹാമുനിക്ക് എന്നെക്കൊണ്ട് നടക്കത്തില്ല. എന്നാൽ ഞാൻ ഒട്ടൊട്ട് ചൊല്ലാം, കുറച്ചൊക്കെ ഞാൻ പറയാം. എന്നെക്കൊണ്ട് യഥാർത്ഥത്തിൽ ഭഗവാന്റെ വൈദഗ്ധ്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രാമകൃഷ്ണന്മാർ ഒരുമിച്ച് അതിശോഭയോടും ആമയഹീനം വന്ന നേരത്തു നിർവചനം കോപേന. നിർവചനം വെച്ചാൽ ഈ ദുഷ്ടരായ രാജാക്കന്മാർ. കംസന് ഒരു രാജാവായിരുന്നല്ലോ, അതുപോലെ അസുരന്മാർക്ക് പല രാജാക്കന്മാരുണ്ടല്ലോ. ഈ രാജാക്കന്മാരെല്ലാം കൂടെ അതിനെ നൃപജനം, നൃപൻ എന്ന് വെച്ചാൽ രാജാവെന്നർത്ഥം. അങ്ങനെയുള്ള ജനങ്ങൾ ആമയഹീനം ആര് വന്നു? രാമകൃഷ്ണന്മാർ ഒരുമിച്ച് അതിശോഭയോടെ, എന്ന് വെച്ചാൽ അതിശോഭിത അത്ര പ്രകാശത്തോടുകൂടി വരികയാണ്. ഒരു വിഷമമില്ല, ആമയമില്ല, ഒരു പേടിയില്ല, ആമയഹീനം, ഒരു വിഷമം, സന്തോഷത്തോടെ ഈ യുദ്ധത്തിന് വേണ്ടി നേരിടാൻ തന്ത്രപൂർവ്വം നന്നായിട്ട് വരിക. അങ്ങനെ കണ്ടപ്പോൾ ഈ രാജാക്കന്മാർ ദുഷ്ടന്മാർക്ക് കോപം വന്നു. കോപേന ബാണഗണവർഷവും, ബാണങ്ങളുടെ ഗണം കൂട്ടം, ഒരുപാട് ബാണങ്ങൾ അങ്ങോട്ടൊക്കെ എയ്തു തുടങ്ങി. കാരണം ദേഷ്യം വന്ന് ഇവർ വലിയ അവരറിയുന്നില്ല ഭഗവാന് രഥവും ഇതൊക്കെ തേജസ്സേറിയ രഥമൊക്കെ ഉണ്ടെന്ന്. സാരഥി അതിന് ദാരകൻ സാരഥിയായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഈ രാജാക്കന്മാർക്ക് സഹിക്കുമോ? ഭഗവാൻ ഇങ്ങനെ എഴുന്നള്ളി വരുമല്ലേ, അതിൻ്റെ ശോഭ കണ്ടപ്പോൾ ആമയഹീനമുണ്ട്.
കുട്ടിയാണ്, കൊച്ചെന്നൊക്കെ, അവനൊരു ഒരു ചെറു പൈതലല്ലേ എന്നൊക്കെയാണ് ഈ ദുഷ്ടനായ ഇവൻ്റെയൊക്കെ സ്വഭാവം. ഇവനെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം. ഒരു 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 എന്തോ ഒരു ഗോപാലൻ, പശുക്കളെ മേയ്ക്കുന്നൊരു ഗോപാലനല്ലേ, ഇതൊക്കെ നമുക്ക് പുല്ലുപോലെടുത്ത് കളഞ്ഞുകൂടെ. ഇതൊക്കെയാണ് ഈ ദുഷ്ടനായിട്ടുള്ള കംസനെ പോലുള്ളവരാണല്ലോ. കംസനെ അതുകൊണ്ട് വധിച്ചല്ലോ, അതുകൊണ്ട് ദേഷ്യത്തിലല്ലേ ഇപ്പം അമ്മായിപ്പൻ ഇറങ്ങിയേക്കുന്നത്. കംസൻ്റെ ഭാര്യയുടെ അച്ഛനാണ് ഈ ജരാസന്ധൻ. ആ കംസനെ വധിച്ച ദേഷ്യം കൊണ്ടാണ് ഈ യുദ്ധം അപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഭഗവാൻ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. ആമയഹീനം വന്ന നേരത്ത് ഈ നിർവചനങ്ങൾ ദുഷ്ടരായ രാജാക്കന്മാർ എന്ത് ചെയ്തു? കോപം വന്നു. കോപേന ബാണഗണ വർഷവും, വർഷം മഴ, ബാണം അമ്പ്, ഗണം ഒരുപാട് അമ്പുകൾ വർഷം പോലെ തുടങ്ങി. എന്നുവെച്ചാൽ മഴ പോലെ. വർഷം വെച്ചാൽ എന്താണ്? മഴ. തുരുതുരാന്ന് പിന്നെ ആകാശം കാണാൻ വയ്യാതെ അങ്ങ് എയ്തു. വർഷങ്ങളോളം, വർഷത്തിൻ്റെ കണക്കങ്ങ് മഴ പോലെ അങ്ങ് പെയ്തു എന്നാണ് ഈ ബാണം. ഗോവിന്ദരാമന്മാരും ഔവണ്ണം പൊരുതു. ഭഗവാനും രാമനും അതുപോലെ അങ്ങോട്ട് തിരിച്ചും ചെയ്തു. തേരുരുൾനിനാദവും സിംഹനാദങ്ങളാലും ഘോരമാം ശംഖധ്വനിപൂരം ആരാവത്താലും പാരിട ഇളക്കിയ ശത്രുക്കൾ ഹൃദയങ്ങൾ ഓരോരോ തരം ഭയപ്പെട്ടിഹ ഭ്രമിച്ചിതു. ഭഗവാനും രാമനും കൂടെ അതുപോലെ അങ്ങോട്ട് പൊരുതു വന്നപ്പോൾ എന്ത് വന്നു? തേര് ഉരുളുന്ന നാദം. പടപടപടാന്ന് ഇങ്ങനെ ഉരുളുമല്ലോ, അതിൻ്റെ സൗണ്ടും സിംഹനാദങ്ങളാലും ആർത്തുള്ള അട്ടഹാസ സിംഹത്തിൻ്റെ ധ്വനി, ഇതെല്ലാം കൂടെ ഘോരമാം ശംഖധ്വനി. അത് ഭഗവാന്റെ ശംഖിൻ്റെ ധ്വനി എന്താണ്? സിംഹനാദം പോലെ. അവർ ഭയന്ന് പോവും. ഈ ദുഷ്ടന്മാരുടെ ഹതം, മരണം എന്നുള്ള മനസ്സിലാക്കിക്കോണം. അത്രമാത്രമുള്ള ദേഷിച്ചും കടുപ്പിച്ചുള്ള ആ ശംഖിൻ്റെ ധ്വനിയാണ് അത്. പൂരം ആരാവത്താൽ അത്ര സൗണ്ട്, ഒരു ആഘോഷം പോലെയാണ്, ബഹളമാണ് എല്ലാം കൊണ്ട്. അത് കണ്ടപ്പോൾ, അത് കേട്ടപ്പോൾ പാരിടം, അതായത് ഭൂമി മൊത്തം ഇളക്കിയ ശത്രുക്കളുടെ ഹൃദയങ്ങളെല്ലാം എന്ത് ചെയ്ത്? ഓരോരോ തരം ഭയപ്പെട്ടിക ഭ്രമിച്ച്. ഇതെന്തൊരു സൗണ്ട്. അവർ ആദ്യമായിട്ടൊക്കെ ഇത്ര കേൾക്കുന്നത്. കാരണം രഥത്തിലൊക്കെ ഉരുളുന്ന, രഥത്തിനല്ല കാളവണ്ടി പോലുള്ള ചക്രങ്ങളൊക്കെ അല്ലേ, കുതിരയൊക്കെ. അപ്പം ഇത് പടപടപടാന്നിങ്ങനെ അടിച്ചടിച്ച് അന്നൊക്കെ ടാറിങ് എല്ലാം ഉണ്ടോ, ഏത് കുന്നുംപുറത്തും കുഴിയിലൊക്കെ കടപടാന്ന് അടിച്ചതിൻ്റെ നാദവും ഇതിൻ്റെ പൊടി കൊണ്ട് പറക്കുന്നൊരു എല്ലായിടം അന്തരീക്ഷവും എല്ലാം മാലിന്യം പൊടി കൊണ്ട് നിറയും. പിന്നെ ഈ ശംഖിൻ്റെ ധ്വനി സിംഹനാദം പോലെയാണ്, ഘോരമായിരിക്കുന്ന ശംഖധ്വനിയാണ്. അതെല്ലാം കൂടെ ഒരു പൂര ആരാവത്താലും, ഈ പൂര ആരാവത്താൽ അത്രമാത്രം ഭയങ്കരമായിരിക്കുന്ന ആരവമാണ്. അതൊരു ഭയങ്കര ആഘോഷം. ഇതെല്ലാം കൊണ്ടൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. അതുകൊണ്ട് പാരട മൊത്തം ഇളവി. പാരട വെച്ചാൽ ഭൂമി മൊത്തം ഇളക്കി. അപ്പോൾ ശത്രുക്കൾക്ക് ഹൃദയങ്ങൾ ഓരോരോ തരം ഭയപ്പെട്ട് ഇതെന്താ സംഭവിക്കാൻ പോകുന്ന ഒരു എത്തും പിടിയില്ലാതെ അവർ ഭ്രമിച്ചു. ഭയന്നിട്ട് ഭ്രമിച്ചു. പൂർവ്വഗോപുരദ്വാരെ യാദവ വീരന്മാരും ഗർവിതന്മാരാം ശത്രുവർഗവും ഒരുമിച്ച്. എങ്ങനെ? പൂർവ്വഗോപുരദ്വാരെ, ഏതോ കിഴക്കോ അങ്ങനായിരിക്കും പൂർവ്വഗോപുരം, ഏതെങ്കിലും ഒരു വശം ആകട്ടെ, നമുക്കിപ്പോൾ ഇന്ന വശം എന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ, ഏതോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു വാതിലിൽ യാദവ വീരന്മാർ, കൃഷ്ണൻ്റെ പക്ഷക്കാർ, അതായത് യദുകുലക്കാർ, ഗർവിതന്മാരായ ശത്രുവർഗമൊക്കെ ഒരുമിച്ച് ഈ പൂർവ്വഗോപുരത്തിൽ. അപ്പം ഭഗവാന്റെ സൈന്യവും ശത്രുക്കളുടെ ഗർവിതന്മാർ, അഹങ്കാരികളുടെ ഈ അസുരന്മാരുടെ വർഗവും ശത്രു ഒരുമിച്ച് എങ്ങനെ 4-8 ദിനം ഒരുപോലെ സങ്കരം ചെയ്ത്. ഇവർ ഇരു കൂട്ടനും കൂടെ 4-8, നമ്മൾ 5-6 ദിവസം എന്ന് പറയത്തില്ല, അതുപോലെ 4-8, അപ്പോൾ 8 ദിവസം അവർ ഒരുപോലെ പൊരുതി സങ്കരം യുദ്ധം ചെയ്തു. യാദവ വീരർ തെക്കേ പുറത്തും അതുപോലെ. അപ്പം ഈ യാദവന്മാരെന്ത് ചെയ്ത്? ഇതുപോലെ തന്നെ തെക്കേ വശത്തും അതുപോലെ 4 സ്ഥലമുണ്ട്, കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കുമായിട്ട്. അപ്പം പൂർവ്വ ഗോപുരത്തിനവിടെ ഇങ്ങനെ തുടങ്ങി ഭയങ്കര അഹങ്കാരികളായ ശത്രുവർഗമൊക്കെ ഒരുമിച്ച് സങ്കരം യുദ്ധം ചെയ്തു. അതുപോലെ തെക്കേ പുറത്തും അതുപോലെ സംഭവിക്കുന്നു. അവിടെയും ഉണ്ട് കൃഷ്ണൻ, എല്ലായിടവും കൃഷ്ണനുണ്ട്. അപരദ്വാരി, അതായത് പടിഞ്ഞാറ് വശത്ത്, അപരദ്വാരി ഇതിനകത്ത് അർത്ഥം കിടപ്പുണ്ട്, പടിഞ്ഞാറ് വശമെന്ന്. അപരദ്വാരി വില്ലാളികളാം യദുക്കളും അവന് കുലുങ്ങുമാർ അങ്ങനെ യുദ്ധം ചെയ്തു. അപ്പം പടിഞ്ഞാറ് എന്ത് ചെയ്ത്? വില്ലാളികളാം യദുക്കൾ നല്ല വില്ലാളി വീരന്മാർ. അവരെന്ത്? അവിടെയും ഭൂമി, ഇവിടെ എപ്പോഴും പാരണ ഇളക്കി, അവിടെയും ഭൂമി ഇളക്കി നിർത്തി. ഇപ്പോഴും ഇവിടെ അതും ഭൂമിയാണ്. അവിടെയും ഭൂമി കുലുങ്ങുമാർ അങ്ങനെ യുദ്ധം ചെയ്തു. മറ്റുള്ള യാദവന്മാർ രാമകൃഷ്ണന്മാരോടും തെറ്റെന്ന് ഉത്തരഭാഗേ നിന്ന് യുദ്ധവും ചെയ്താർ. മറ്റുള്ള ബാക്കി യാദവന്മാരും അവിടെയുണ്ട് രാമകൃഷ്ണന്മാർ,
തെറ്റെന്ന് ഉത്തരഭാഗേ നിന്ന് വടക്ക് ഭാഗമായിരിക്കും നിന്ന് യുദ്ധവും ചെയ്താൽ. അപ്പോൾ എല്ലാ സ്ഥലത്തും ആരുണ്ട്? ഭഗവാനുണ്ട്. പിന്നെയും രാമകൃഷ്ണന്മാരെ നോക്കിക്കണ്ട് മന്ദഹാസവും ചെയ്തു ചൈത്യമാഗധന്മാരും. എന്താ? ഈ ഭഗവാനെ നോക്കിക്കണ്ട്. ഈ യുദ്ധം ഇത്രയും ആയിട്ടും ഈ ഇവർ കുട്ടികളാണ്. കൃഷ്ണനൊക്കെ വലിയ പ്രായമൊന്നുമില്ല. അതുകൊണ്ട് ഇവർ ഇത്രയും ഭയങ്കരമായിട്ട് ഇത് മെല്ലെ നിന്നപ്പോൾ ഇവർ നോക്കിക്കണ്ട് എന്ത് ചെയ്യുന്നു? മന്ദഹാസം ചെയ്ത് ചൈത്യമാഗധന്മാർ പറയുന്നു, കുട്ടികളല്ലേ. അപ്പോൾ ഇവർക്ക് ഇതൊരു മന്ദഹാസം പോലെ തോന്നി നോക്കിക്കണ്ടപ്പം. അപ്പോൾ പറയുന്നത്, ഹേ കൃഷ്ണ നരാധമ, നിന്നോട് യുദ്ധം ചെയ്യുവാൻ ആഹന്ത നമുക്ക് ഇച്ഛയില്ല എന്ന് മാഗധൻ, അതായത് ഈ എൻ്റെ പേരെന്തോ ജരാസന്ധൻ. മാഗധൻ എന്ന് വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? മഗധ രാജ്യത്തിലെ രാജാവായതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്കങ്ങനെ മനസ്സിലാക്കുന്നത്. കാരണം ഈ മാഗധൻ എന്ന് പറഞ്ഞ ആള് ജരാസന്ധനെയാണ് പറയുന്നത്. ജരാസന്ധനാണ് തലവൻ. അയാളുടെ കീഴിലെ ബാക്കി എല്ലാവന്മാരും സൈന്യങ്ങൾ. അപ്പോൾ ഇതിന് തലവനെയാണ് എടുത്തെടുത്ത് പറയുന്നത്. ജരാസന്ധൻ എന്ന് എടുത്ത് പറയാൻ പറ്റുന്ന മാഗധൻ എന്ന് പറയുന്നത്. ഈ മാഗധനും ജരാസന്ധനും ഒന്നാന്ന് മനസ്സിലാക്കണം. ഞാനങ്ങനെ മനസ്സിൽ കണ്ടേക്കുന്നത്, അങ്ങനെയാണെന്ന് എൻ്റെ വിചാരം. എങ്ങനെ ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത്, അപ്പം ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഇവൻ പറയുന്നു, ഹേ കൃഷ്ണ നരാധമ. നരാധമ വെച്ചാൽ അധമനാണ് നീ. നരൻ എന്ന് വെച്ചാൽ പുരുഷൻ, നമ്മൾ ഒരു നരൻ. ഈ നീ അധമനാ, നരാധമ. ഹേ കൃഷ്ണ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. ഹേ കൃഷ്ണ നരാധമ, നിന്നോട് യുദ്ധം ചെയ്യുവാൻ ആഹന്തം നമുക്ക് ഇച്ഛയില്ല എന്ന് മാഗധനും ചൊല്ലിനാൻ. അവനങ്ങനെ പറഞ്ഞു, എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യാൻ ഒരു ആഗ്രഹമില്ല, നീ നരാധമന എന്നൊക്കെയാണ് ആക്ഷേപം പറയുന്നത് ഈ മാഗധൻ പറഞ്ഞപ്പോൾ. നീ എന്നിട്ട് പറയുന്നത്, നീ ബാലനല്ലോ കൃഷ്ണ, നീ കുട്ടിയല്ലേ, നീ അതുമൂലം നല്ലതായി വരാ, നമ്മൾ യുദ്ധം ചെയ്തത് കഷ്ടമാ, നീ കുട്ടിയാണ് കൃഷ്ണ, നീ നരാധമനാണ്, നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല, നീ ബാലനാണ്, നീ കുട്ടിയാണ്, അതുമൂലം നല്ലതായി വരത്തില്ല. വരും എന്ന് പറഞ്ഞാലാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റാണ്. അപ്പം മനസ്സിലായി, ഈ ഒരു ദീർഘത്തിനാണ് ഈ വരത്തില്ല എന്ന് പറയണം. ഇതൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് ഇപ്പുറം അപ്പുറമൊക്കെ വായിക്കും മനസ്സിലായി ഇത് വരത്തില്ല എന്നാണ്. ആരും നമുക്ക് ഈശ്വരൻ മാത്രമേ നമുക്ക് ഗുരുവായുള്ളൂ, അല്ലാതെ ആരും പറഞ്ഞു തരാനില്ലല്ലോ. അതുകൊണ്ട് നല്ലതായി വരത്തില്ല, നമ്മിൽ യുദ്ധം ചെയ്തത് കഷ്ടമാണ്, നീ കുട്ടിയാണ്, നീ ബാലനായോണ്ട് നിന്നോടൊപ്പം യുദ്ധം ചെയ്തത് ശരിയല്ല, നിനക്ക് അത് നല്ലതല്ല എന്ന് പറഞ്ഞു. കൃഷ്ണ നീ നരാധമ, നീ ചെറുതാണ്, കുട്ടിയല്ലേ, നിനക്ക് അതുമൂലം നിനക്ക് നല്ലതല്ല ഈ ചെയ്യുന്നത്. നീ കുട്ടിയായതുകൊണ്ട് നമ്മൾ തമ്മിൽ ഞാൻ വലിയവനാണ്, കേമനാണ്, വലിയ രാജാവാണ് എന്നൊക്കെയാണ് അഹങ്കാരി പറയുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ യുദ്ധം കഷ്ടമാണ്. രാമനും ഞാനുമായിട്ട് ഒട്ടിട്ട് രണം കൊള്ളാം. എന്നാൽ രാമനും ഞാനും കൂടെ എന്ന് വെച്ചാൽ ഈ പറയുന്ന ദുഷ്ടനായിട്ടിരിക്കുന്ന മഗാധിപൻ പറയുന്നു, നീയും ആയിട്ട് പോരാ, രാമനാണെങ്കിൽ ഒന്ന് നോക്കാം, ഞാനുമായിട്ട് രണം കൊള്ളാം, യുദ്ധത്തിന് എനിക്ക് രാമനാണെങ്കിൽ പറ്റും. കോമള നിന്റെ ദേഹം മച്ചൈരർ ഭിന്നമായി പോകും, എൻ്റെ ശരം കൊണ്ട് നിന്റെ ദേഹം കോമളമായിട്ടിരിക്കുന്ന കുഞ്ഞു ദേഹമാണ്, നീ തളിര് പോലെ, അതിനാണ് കോമള. നിന്റെ ദേഹം മച്ചൈരർ എൻ്റെ ശരത്തിൽ നീ ഭിന്നമായി പോകും, അവൻ്റെ ശരമേറ്റാൽ നിന്റെ ദേഹം ഭിന്നമായി പോകും. അതുകൊണ്ട് നീ ഇതിനകത്ത് യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട, നമ്മൾ തങ്ങളിൽ ശരിയാവില്ല, നീ കുട്ടിയാണ് എന്നൊക്കെ ആക്ഷേപമായിട്ട് പറയുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു, കൃഷ്ണൻ പറയുന്നു, പോരും ശൂരതാ വാക്ക് ചൊന്ന നിൻ പൗരുഷവും നേരെ ഞാൻ ഒട്ടറിയും എന്ന് മാധവൻ പറഞ്ഞു. കൊള്ളാം, നിന്റെ വാക്ക് നന്നായിരിക്കുന്നു, പോരും, എനിക്കിഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ പറയത്തില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂലെന്ന് പറയാ, തിരിച്ചെന്ത് പറയുന്നു ഭഗവാൻ, നിന്റെ ഈ വാക്കും നിന്റെ ശൂരത്തൊക്കെ കൊള്ളാം, നന്നായിരിക്കുന്നു, നിന്റെ സ്വഭാവം ഇങ്ങനെ കൂടെ ആണെങ്കിൽ കുഴപ്പമില്ല, നിന്റെ വാക്ക് കൊള്ളാം, നല്ല പ്രൗഢിയുണ്ട്. അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ കളിയാക്കി. കൊള്ളാം എന്ന് വെച്ചാൽ പോരും ശൂരതാ വാക്ക് ചൊന്ന നീ നല്ല ശൂരത്വമായിട്ട് വാക്കൊക്കെ നീ പറയുന്നുണ്ട്, നിനക്ക് പൗരുഷവും ഒക്കെ നിനക്കുണ്ട്, നേരെ നിൻ്റെ യഥാർത്ഥം ഞാൻ നേരെ അറിയുന്നു. ഭഗവാൻ നിൻ്റെ രഹസ്യങ്ങളെല്ലാം, നിൻ്റെ ചുണയും നിൻ്റെ പൗരുഷവും ഒക്കെ എനിക്ക് നേരത്തെ അറിയാം എന്ന് ഭഗവാൻ നന്നായി കളിയാക്കി. അയാൾ കൊടുത്താൽ ഇരട്ടി നന്നായിട്ട് ഭഗവാൻ തിരിച്ചടിച്ചു വാക്കുകൊണ്ട്.
അപ്പം നിൻ്റെ ശൂരതാ വാക്ക് ചൊന്ന പൗരുഷവും നിൻ്റെ പൗരുഷവും നിൻ്റെ ശൂരതാ വാക്ക് നീ പറഞ്ഞ വാക്കൊക്കെ ഞാൻ നന്നായി നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇത്തരം കൃഷ്ണവാക്യം കേട്ടൊരു ജരാസുതൻ ക്രുദ്ധനായി മഹാബല സൈന്യ സാരഥിയുധം മത്ത ഹസ്തീന്ദ്രൻ പോലെ രാമകൃഷ്ണന്മാരോട് യുദ്ധവും തുടർന്നിതു മാഗധൻ അതുനേരം. ഭഗവാൻ ഇങ്ങനെ കളിയാക്കിയപ്പോൾ തിരിച്ചടിച്ചപ്പോൾ ഇവന് ദേഷ്യം വന്നു. ഈ മഗധന് അയാൾ എന്ത് ചെയ്തു? ക്രുദ്ധനായി ദേഷിച്ച് മഹാബല സൈന്യ സാരഥിയുധം സാരഥിയായിട്ട് വലിയ സൈന്യമായിട്ട് തന്നെ മത്ത ഹസ്തീന്ദ്രൻ പോലെ ഹസ്തി ആന മത്ത് പിടിച്ച ആനയെ പോലെ അത്ര അഹങ്കാരത്തോട് ഗർവിച്ച് എന്ത് വന്ന് രാമകൃഷ്ണന്മാരോട് യുദ്ധം തുടർന്നു. മാഗധൻ അതു നേരം ദിക്കുകൾ ദിവി സൂര്യൻ താനും ഭ്രൂരേണു കൊണ്ട് മറഞ്ഞു ചമഞ്ഞതു വൈരികൾ തമ്മിലേറ്റ് നിറഞ്ഞ രോഷമോടെ മധുരാപുരി തൻ്റെ ഗോപുരങ്ങളിൽ ആശ്രിതങ്ങളായി പട ഗോവിന്ദൻ തൻ്റെ സൈന്യം മാഗധ സൈന്യത്താലേ അസ്ത്രവർഷങ്ങൾ കൊണ്ട് പീഡിക്കുന്ന അത് കണ്ട് അപ്പോൾ ഇവന് ദേഷ്യം വന്നപ്പം യുദ്ധം തുടർന്ന് മത്ത ഹസ്തീന്ദ്രൻ പോലെ രാമകൃഷ്ണന്മാരുടെ അത്ര അഹങ്കാരം മത്ത് പിടിച്ച ആന എങ്ങനെയാ ലഗാനില്ലാണ്ട് ഈ രാമൻ്റെ കൃഷ്ണൻ്റെ കൂടെ അവൻ യുദ്ധം തുടർന്ന്. അപ്പോൾ ദിക്കുകളൊക്കെ എന്ത് ചെയ്തു? ദിക്കുകൾ ദിവി സൂര്യൻ താനും ഭൂരേണു കൊണ്ട് മറഞ്ഞ് ഭൂമിയുടെ പൊടി ഈ രഥങ്ങൾ അപ്പുറം ഇപ്പം കിടന്നങ്ങ് തകർക്കുമല്ലേ ജനങ്ങൾ. അപ്പോൾ അന്ന് ടാറിങ്ങുള്ള റോഡൊന്നും അല്ലല്ലോ. അല്ലെ തന്നെ ഈ രഥത്തിൻ്റെ ചക്രം പടപട അടിക്കുമ്പം മണ്ണെല്ലാം പൊടിഞ്ഞ് പറക്കും. അപ്പോൾ എന്ത് വന്ന് മണ്ണുകൊണ്ട് പുകപടലം ഉണ്ടാകുമ്പം സൂര്യൻ അന്ന് കാണത്തില്ല, ഇരുളായി പോവും. അതുകൊണ്ട് ദിക്കുകൾ ദിവി സൂര്യൻ താൻ ഭൂരേണു കൊണ്ട് ഭൂമി രേണു പൊടി മണ്ണിലെ പൊടി കൊണ്ട് മറഞ്ഞു ചമഞ്ഞത് എന്താണ് സൂര്യൻ. എന്നിട്ടോ വൈരികൾ തമ്മിലേറ്റ് ഈ വൈരികളാശി ഈ ശത്രുക്കൾ തമ്മിലങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലങ്ങ് ഏറ്റു. കാരണം കണ്ണുപോലും കാണത്തില്ല, പൊടിയാ. രേണു കൊണ്ട് അവിടെ എല്ലാം പുകപടലം ആയപ്പോൾ സൂര്യൻ്റെ വെട്ടം പോലും ഇല്ല, മറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ അങ്ങ് ഇരുട്ടുപോലെ ആവും. അങ്ങനെ ഇവർ നന്നായി പൊരുതുക. വൈരികൾ തമ്മിൽ ഏറ്റു നിറഞ്ഞ രോഷമോടെ മധുരാപുരി തൻ്റെ ഗോപുരങ്ങളിൽ ആശ്രിതങ്ങളായി പട ഗോവിന്ദൻ തൻ്റെ സൈന്യം മാഗധ സൈന്യത്താലെ അസ്ത്രവർഷങ്ങൾ കൊണ്ട് പീഡിക്കുന്നത് കണ്ട്. അപ്പോൾ ഭഗവാന്റെ സൈന്യം ഈ മാഗധൻ്റെ സൈന്യം കൊണ്ട് അല്പം വിഷമമുണ്ടായി. പീഡിക്കുന്ന വെച്ചാണ്ട് അവരുടെ ഒന്നാമത് വെട്ടമില്ല, മൺപൊടി കൊണ്ട് അവിടെ എല്ലാം അങ്ങ് മറഞ്ഞ് അസ്ത്രം വരുന്ന കാണത്തും പോലും ഇല്ല. അങ്ങനെ ആയപ്പോൾ ഭഗവാന്റെ സൈന്യക്കാർക്ക് അല്പം വിഷമമുണ്ടായി. അസ്ത്രവർഷങ്ങൾ കൊണ്ട് ആരുടെ? മാഗധ സൈന്യത്തിലെ ഈ ദുഷ്ടന്മാരുടെ കൂട്ടത്തിലെ സൈന്യത്താലെ അസ്ത്രങ്ങൾ വർഷം പോലെ വരുമല്ലയോ, അത് കണ്ട് പീഡിച്ച് വിഷമിക്കുന്നു ആരാ? ഭഗവാന്റെ സൈന്യങ്ങൾ. സത്വരം മാധവനും തേര് അതിശീഘ്രം കൂട്ടി. ഭഗവാൻ എന്ത് ചെയ്ത് മനസ്സിലാക്കിയിട്ട് തേരിന് ശീഘ്രം എന്താ പറയുക തേരത് ശീഘ്രം ഒന്നുകൂടെ സ്പീഡ് കൂട്ടി. യുദ്ധം തുടങ്ങിനാൻ രാമനും അതുപോലെ. അപ്പം ഭഗവാനും കൃഷ്ണനും ഒന്നുകൂടെ വേഗത കൂട്ടി. ശീഘ്രം വെച്ചാൽ പെട്ടെന്ന് വേഗത കൂട്ടി യുദ്ധം തുടങ്ങി. ഒന്നുകൂടെ കടുപ്പിച്ച് യുദ്ധം. കാരണം അവർ മഴ പോലെ അങ്ങോട്ട് അസ്ത്രം വർഷിച്ച്. അപ്പോൾ അതുപോലെ ഇവരും ചെയ്യണ്ടേ, അല്ലെങ്കിൽ അവരുടെ അസ്ത്രം വന്ന് അവർക്ക് കൊള്ളത്തില്ലേ. അതുകൊണ്ട് ഭഗവാനും മാധവനും തേരാതി ശീഘ്രം കൂട്ടി യുദ്ധം തുടങ്ങി. ഞാൻ രാമനും അതുപോലെ ബദ്ധവൈരേണ സമരത്തിനായി ഒരുമ്പെട്ടു. എന്നിട്ടോ ദേവ അസുരാദികളാൽ പൂജ്യനായി മിന്നൽ പോലെ കേവലം ശോഭിക്കുന്ന ചക്രഖഡ്ഗാദ്യായുധം. ഭഗവാൻ എന്ത് ചെയ്തു? അപ്പോൾ ബദ്ധവൈരേണ അത്ര ദേഷ്യത്തോടു കൂടി ഭഗവാൻ സമരത്തിനായി ഒരുമ്പെട്ട്. എന്നതിന് രണ്ടും കൽപ്പശേ നടക്കുന്നത്, എന്നാലും നിർത്തുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ എന്ത് ചെയ്തു? ദേവ അസുരാദികളാൽ പൂജ്യനായി. എന്താണ് സുദർശന ചക്രം? മിന്നൽ പോലെ, പ്രകാശം പോലെ എന്ത് വന്ന് കേവലം ശോഭിക്കുന്ന ചക്രഖഡ്ഗാദ്യായുധം. ഭഗവാന്റെ ചക്രം പോലിരിക്കുന്ന സുദർശന ചക്രം, ആ ആയുധം കൊണ്ട് ഒക്കവേ ധരിച്ച് വില്ലുകളും ഞാൻ വലിച്ചു വിക്രമമായ ശരമെടുത്ത് തൊടുത്തിട്ട് ബാണസഞ്ചയം പ്രയോഗിച്ചു. ഭഗവാൻ ബാണം ഒരു കൂട്ടം, സഞ്ചയം അത്രത്തോളം കൂട്ടം ബാണം കൊണ്ടങ്ങ് നിറച്ച് പ്രയോഗിച്ച് വാരണ രഥസേനകളെയും നശിപ്പിച്ച് അവൻ്റെ വാരണ ആനയുടെ രഥങ്ങളും എല്ലാം അവൻ്റെ സേനകളെല്ലാം ഭഗവാൻ ഈ ചക്രം കൊണ്ട്, ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട്. അതാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എന്താ? ഭഗവാൻ ഏകനായ പരമാത്മാവ് മാത്രം മതി. ഭഗവാന്റെ സുദർശന ചക്രം മാത്രം മതി ആരെ എന്തും ചെയ്യാൻ.
നമുക്ക് അതുകൊണ്ട് എന്താ വേണ്ടേ? പരമാത്മാവായ കൃഷ്ണനെ മാത്രം മതി. ഒരു ശത്രുക്കളും നമ്മളെ അടുക്കത്തില്ല. ഭഗവാൻ അതിനെവിടെ നിന്ന് രക്ഷിച്ചോളും. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ അതുകൊണ്ടങ്ങ് നിറയണം. നമുക്ക് വേറെ ആരും വേണ്ട, ഒറ്റ ഒരുത്തൻ മതി, മുറുകെ അങ്ങ് പിടിച്ചാൽ മതി. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? സേനകളെയൊക്കെ നശിപ്പിച്ചു. കൊള്ളിമീൻ പോലെ വിളങ്ങും ചക്രമത് ശോഭിച്ച് കാണുന്നിതു, വിളങ്ങും ചന്ദ്രതുല്യ തേജസ്സായി. അപ്പോൾ ഭഗവാന്റെ ആ സുദർശനചക്രം ശോഭിച്ച് വിളങ്ങി ചന്ദ്രന് തുല്യ തേജസ് പോലെ നിന്നിട്ട് ഇങ്ങനെ കൊള്ളിമീൻ പോലെ വിളങ്ങുകയാണ്. എന്നിട്ട് ബാണസഞ്ചയൊക്കെ അങ്ങ് ഒരുപാട് ബാണങ്ങളൊക്കെ അങ്ങ് വർഷം പോലെ മഴ പോലെ വർഷിച്ച് ഭഗവാൻ ഇത്രയെല്ലാം ചന്ദ്രതുല്യ തേജസ്സായി മഹാ ആരവപൂരിതമായി. അത്രത്തോളം പിന്നെ ആരവം, ബഹളം, ശബ്ദഘോഷം, അത്രമാത്രം ആരവം വെച്ചാൽ എന്തുകൊണ്ടും ധ്വനി, ശംഖിൻ്റെയും ഈ രഥത്തിൻ്റെ കീഴ്ടുപ്പും എല്ലാം ഒരു ആരവ പൂരിതം. അതാണ് ശബ്ദഘോഷം. പൂരിതമായി ദൈത്യവർഗ ഭീഷണമായി. ദൈത്യവർഗങ്ങൾക്ക് എന്തു വന്നു? ഭീഷണമായി, ഭയമായി. ഇത് ഇത്രയും ഭയങ്കരമായ ഭഗവാന്റെ സുദർശനചക്രം എന്താ തിളങ്ങുമല്ലേ, വെട്ടി തിളങ്ങുമല്ലേ, മിന്നൽ പോലെ അത്രമാത്രം ഭയങ്കരമല്ലേ. തേജസ്സോ ചന്ദ്രൻ്റെ പോലെ അത്രമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയല്ലയോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ ആരവം, ഈ ശബ്ദ ആഘോഷമൊക്കെ കണ്ടപ്പോൾ ദൈത്യവർഗത്തിന്, ഈ മഗധാധിപൻ്റെ സൈന്യത്തിന് ഭീഷണമായി, ഭയമായി. അങ്ങനെ ഭീഷണമായിട്ടിരിക്കും പാഞ്ചജന്യം വിളിച്ചു ഭഗവാനും. അവർ ഭീഷണമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്താ? ഭഗവാന്റെ പാഞ്ചജന്യത്തിൻ്റെ സൗണ്ട് കേട്ടാലോ അത്രമാത്രം ഭയക്കും. പാഞ്ചജന്യം വിളിച്ച് ഭഗവാനും. അതിൻ്റെ രവപൂരാൽ, അതിൻ്റെ ശബ്ദാഘോഷം കൊണ്ട് ദുഷ്ടമന്നവഹതം, അതിൻ്റെ ശബ്ദം കേട്ടാൽ, ഈ പാഞ്ചജന്യത്തിൻ്റെ നാദം ധ്വനി കേട്ടാലോ ദുഷ്ടമന്നവ, ഈ ദുഷ്ടന്മാരായ രാജാക്കന്നെയാണ് ദുഷ്ടമന്നവൻ. അതായത് അസുരൻ്റെ രാജാവിന് ഹതം, അവർക്ക് ക്ഷയം ഉണ്ടാകും ഇത് കേൾക്കുമ്പോഴേ. അത് മരണത്തിന് തുല്യമല്ലേ. അപ്പോൾ ദുഷ്ടമന്നവ ഹതം, എതുക്കൾ സകലിനും ഏറ്റവും മുദിതരായി. അവർ അതിൽ നിന്ന് ഇത് കേട്ടോടെ ഭയന്ന് അവർ അത്രമാത്രം അങ്ങ് തകർന്നു. അന്നേരം ഈ എതുക്കൾ, ഭഗവാന്റെ സൈന്യം എന്ത് ചെയ്തു? സകലിനും ഏറ്റവും മുദിതരായി, സന്തോഷമായി. കാരണം എന്താ? അവർ താഴേക്ക് പോകുന്നു. ഭഗവാന്റെ ഈ സുദർശനചക്രമൊക്കെ കണ്ട് അവർ ഹതം നശിച്ചു എന്നാണ് അതിനർത്ഥം, മരിച്ചതുപോലെ. അപ്പം മരിച്ചും കാണും, ഹതമെന്നാണ് ഇത് കിടക്കുന്നത്. അപ്പം ദുഷ്ടമന്നവ, ദുഷ്ട രാജാക്കന്മാരെല്ലാം ഹതം വെച്ചാൽ മരണമാണ്. അങ്ങനെ യദുക്കൾ എന്ത് ചെയ്ത്? സകലരും സന്തോഷമായി, മുദിതരായി. പാഞ്ചജന്യത്തിന് ധ്വനി കേട്ട് മന്നവരെല്ലാം ചഞ്ചല ഹൃദയരായി ഭീതരായി വിറച്ചത്. അപ്പം മരിച്ചതിന് തുല്യമായിരിക്കും ഈ ഹതം എന്ന് പറയുന്നത്. കുറേയൊക്കെ മരിക്കുകയും ചെയ്യുമായിരിക്കും. അപ്പം ഇവർക്ക് ഈ ധ്വനി കേട്ടപ്പോൾ, ഭഗവാന്റെ പാഞ്ചജന്യത്തിൻ്റെ ആ ശംഖിൻ്റെ ധ്വനി കേട്ടപ്പം ആ രാജാക്കന്മാർ, മന്നവന്മാർ, ദുഷ്ടന്മാർ എന്ത് ചെയ്തു? ചഞ്ചല ഹൃദയം, എന്ത് ചെയ്യും എന്നൊരു ഹൃദയത്തിനൊരു വിറവിറപ്പ്, ഒരു എന്താ ചഞ്ചലം, ചലിക്കുന്ന ഉറപ്പില്ലായ്മ, എന്ത് സംഭവിക്കാനിടയുണ്ട്, നശിക്കാൻ, എല്ലാവരും മരിക്കാനുള്ള അവസ്ഥയിൽ ആണ് എത്തിയിരിക്കുന്നത്. അതാണ് ചഞ്ചലം. ആ ഹൃദയരായ അവർ ഭീതരായി വിറച്ച് ഇനി എന്തും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഭഗവാനിനി ഒന്നുകൊണ്ട് ഇനി ഭഗവാന് ഭയക്കാനില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഈ ശംഖിൻ്റെ നാദവും ഭഗവാന്റെ ഈ സുദർശനചക്രത്തിൻ്റെ എല്ലാ ആ ശോഭയും ആ ഒരു പ്രകാശവും എല്ലാം കൂടെ കണ്ടപ്പോൾ അവർക്ക് ഒന്നും പറ്റില്ലെന്ന് അവർക്കുള്ള ഹൃദയം വിറയിൽ തുടങ്ങി. അങ്ങനെ ചഞ്ചല ഹൃദയരായി ഭീതരായി വിറച്ചത്, ഭയന്ന് വിറച്ചു. യാദവരാജൻ താനും വൈര്യ സൈന്യങ്ങളെയും ആയുധം കൊണ്ട് യുദ്ധം ചെയ്ത് ഏറ്റവും ഒടുക്കിനാൻ. അപ്പോൾ യാദവരാജൻ ആരാണ്? ഉഗ്രസേനൻ, ഈ ഭഗവാന്റെ അപ്പൂപ്പൻ, ദേവകിയുടെ അച്ഛൻ, കംസൻ്റെ അച്ഛനെന്നും പറയാം. കാരണം നിലവിൽ അച്ഛനാണല്ലോ, അയാൾ ഏതോ ഒരു ഗന്ധർവൻ്റെ മകനാണ്. അപ്പം ഈ ഉഗ്രസേനൻ എന്ത് ചെയ്തു? വൈര്യസൈന്യങ്ങളെയും ആയുധം കൊണ്ട്, അയാൾ നല്ല രാജാവല്ലേ, അദ്ദേഹത്തിന് ആയുധം കൊണ്ട് യുദ്ധം ചെയ്ത് എല്ലാവരെയും അങ്ങ് ഒടുക്കി. എല്ലാവർക്കും നമസ്കാരം. സമയത്തിന് പോയി. ഹരി ഓം ഹരി ഓം ഹരി ഓം. അടുത്ത് നമുക്ക് ഉടനെ നാളെ തന്നെ വായിക്കാം.